ഗുഡ് ആഫ്റ്റർനൂൺ ടു എവ്രിബഡി. ഇവിടെ ഞാനേ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഉദ്ദേശ്യം എത്രത്തോളം അത് സഫലമാവുമെന്നൊന്നും എനിക്കറിയില്ല. ഇത് ഒരു പ്രത്യേക ഇനമാണ്, നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. എല്ലാവരും ഭംഗിയില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കില്ല, അല്ലേ? വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണിത്. നല്ല വെൽവെറ്റിൻ്റെ ഒരു ഇതാണ്, ഒരു വെൽവെറ്റ് ടൈപ്പാണിത്. വളരെ മിനുസമുള്ള ഒരു ടൈപ്പാണ്. കണ്ടാലും കാഴ്ചയ്ക്കും നമ്മുടെ കണ്ണിനൊക്കെ കുളിർമ നൽകുന്ന ഇലകളാണ്. ഈ പൂക്കൾ അതിൽ പിന്നെ ഉണ്ടാവുമെങ്കിലും അതത്ര വളരെ ആകർഷണീയമല്ലാത്തത് കൊണ്ട് ഈ ഇലച്ചെടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. തൊട്ടിപ്പുറത്ത് ഇതൊരു അഗ്ലോണിമയാണ്, പഴയ ഇനത്തിലുള്ള ഒരു അഗ്ലോണിമയാണ്. ഇതിൻ്റെ കയ്യിൽ വന്നിട്ട് ഒരു 10-30 വർഷമൊക്കെ ആയിട്ടുണ്ടാകും. നമ്മൾ വളരെ ചെറുപ്പം മുതലേ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് അഗ്ലോണിമ. ഇത് മറ്റൊരു ഡംകെയിനാണ്. കണ്ടോ, അതിൻ്റെ പിന്നെ ഇലകളുടെ ആ മനോഹരമായിട്ടുള്ള ഡിസൈനൊക്കെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു ചെടിയാണ്. ഇതും ഡംകെയിനാണ്. ഡംകെയിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ കാണ്ഡത്തിന് മറ്റുള്ള ഈ ഇതിനേക്കാൾ കൂടുതൽ, അതായത് അഗ്ലോണിമയേക്കാൾ കൂടുതൽ നല്ല വണ്ണം ഉണ്ടായിരിക്കും. ഇതൊന്നുമല്ല അതിൻ്റെ വണ്ണം, നല്ല വണ്ണം ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. ഇനി നമുക്ക് ഇങ്ങനെ പോവാം. ഇനി ഇവിടെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു പിന്നെ ഇതുണ്ടോ, അഗ്ലോണിമയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ്. സൂര്യപ്രകാശം കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ആ റെഡ് കളർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഭംഗിയായിട്ടുള്ളൊരു ചെടിയാണ്. ഇതൊക്കെ പിന്നെ ഇതൊക്കെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അഗ്ലോണിമയും അതുപോലെ തന്നെ ഡിഫൈൻ ബക്കിയൊക്കെ പിന്നെ വളരെ ചെറിയ വ്യത്യാസമേ തമ്മിലുള്ളൂ. പിന്നെ അഗ്ലോണിമയുടെ ഈ കാണ്ഡങ്ങൾ വളരെ കുറവായിരിക്കും. പിന്നെ അഗ്ലോണിമ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ നിന്ന് ധാരാളം ഷൂട്ട്സ് വരും. മറ്റേതങ്ങനെയല്ല, ഒരൊറ്റ തടിയായിട്ട് അങ്ങനെ നല്ല വണ്ണത്തിൽ അങ്ങനെ മേൽപോട്ട് പോവുകയാണ്. രണ്ടിനും അതിൻ്റേതായിട്ടുള്ള ഭംഗി ധാരാളം ഉണ്ട്. ഇനി ഞാൻ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇത്തരത്തിലുള്ള ചെടികൾ സ്വാഭാവികമായിട്ടും പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷച്ചെടികളാണിവ. അപ്പം അതുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കണ്ടു. അവർ അഗ്ലോണിമയും പിന്നെ അതേപോലെ തന്നെ ഈ ഡംകെയിനും എല്ലാം കൂടെ വളരെ വർണ്ണമനോഹരമായ ഡംകെയിനും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. അത് വളരെ വിഷമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കുട്ടികളുടെ വായിലകപ്പെട്ട് കഴിഞ്ഞാൽ അത് മരണത്തിന് വരെ കാരണമാവും, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ അഗ്ലോണിമയെ മാത്രമല്ല, നമ്മൾ വളർത്തുന്ന ഈ പിന്നെ യൂറോപ്യൻ അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള അഗ്ലോണിമ, പിന്നെ ഡിഫൈൻ ബക്കിയ, അതേപോലെ തന്നെ പിന്നെ മറ്റേ ഫിലോഡെൻഡ്രൺ, ഇങ്ങനെയുള്ള എല്ലാ ചെടികളിലും ഈ വിഷാംശം അടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാറ്റിലും വിഷാംശം അടങ്ങിയിട്ടുണ്ട്. ഏറിയും കുറഞ്ഞുമാണ് ഈ വിഷാംശം അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ അഗ്ലോണിമയുടെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് നട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യ് ഈ ചേമ്പ് തൊട്ടാൽ, അല്ലെങ്കിൽ ചേമ്പ് നമ്മൾ നന്നാക്കുമ്പോൾ കറിക്കെടുക്കുമ്പോൾ നമ്മുടെ കയ്യ് ചൊറിയുമല്ലോ. അപ്പോൾ അതേപോലെ നല്ല ചൊറിച്ചിൽ അനുഭവപ്പെടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലടങ്ങിയിട്ടുള്ള പിന്നെ രാസവസ്തുക്കളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ആ പ്രധാന രാസവസ്തു കാൽസ്യം ഓക്സലേറ്റാണ്. അപ്പോൾ കാൽസ്യം ഓക്സലേറ്റ് ഏതിലാണോ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അതിന് കൂടുതൽ ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ കുട്ടികളൊക്കെ, നമ്മൾ കുട്ടിക്കാലത്തും ഈ ചേമ്പിൻ്റെ ഇടയിൽ കൂടി ചേനയുടെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുമ്പോഴും നമുക്ക് ഈ ചൊറിച്ചിൽ അനുഭവപ്പെടും. നമ്മൾ കടിക്കുകയൊക്കെ ചെയ്യും. കടിച്ച് നമുക്ക് നമ്മുടെ നാവിൽ ആ ഒരു തരിപ്പ് അനുഭവപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് തുപ്പിക്കളയും. എത്ര ചെറിയ കുട്ടികളായാലും നമുക്കൊന്നും ചേമ്പിൻ്റെ ഇലയോ ചേനയുടെ ഇലയോ തിന്നിട്ട് ഇതുവരെ ഒരു കുട്ടിയും മരിച്ചതായിട്ട് നമ്മളാരും പിന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. പക്ഷേ ഇന്ന് ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ വളരെ കളർഫുള്ളാക്കാൻ വേണ്ടി പല പിന്നെ ചെടികളും, ഇവയൊക്കെ പിന്നെ നമ്മുടെ ആമസോൺ കാടുകളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ചെടികളാണ്. അതുകൊണ്ട് തന്നെ ആമസോൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കാര്യം മനസ്സിൽ ഓടി വരുന്നത് ഏത് സമയവും ഇരുട്ട് നിറഞ്ഞ പ്രദേശമാണ്. അപ്പോൾ ഇരുട്ട് നിറഞ്ഞ
ആ കാടുകളിൽ വളരുന്ന ഈ ചെടികൾക്ക് സ്വാഭാവികമായിട്ടും സൂര്യപ്രകാശം വളരെ കുറച്ച് മാത്രം മതി അവരുടെ ലിവ്ലിഹുഡ് പിന്നെ നടത്തി മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തളങ്ങളിലേക്ക് പിന്നെ പ്രകൃതി കൊണ്ട് അത് വളരെ പിന്നെ അനുയോജ്യമാണ്. പക്ഷേ പ്രകൃതി കൊണ്ട് അനുയോജ്യമായാലും നമ്മുടെ എന്താണ് പറയുക, നമ്മുടെ എന്താ പറയുക, കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിൽ അത് എത്രത്തോളം അനുയോജ്യമാണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. പിന്നെ ഭംഗിയുണ്ട്, പിന്നെ കൂടുതൽ കാലം ഇൻഡോറിൽ പിന്നെ സൂര്യപ്രകാശമൊന്നുമില്ലാതെ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഇത് ഇവിടെ വയ്ക്കാം എന്നുള്ള തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ വളരെയേറെ പിന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുട്ടികളൊക്കെ ധാരാളം ഉണ്ട്, അത് എടുക്കാനും കടിക്കാനൊക്കെ സ്വാഭാവികമായിട്ടും പിന്നെ സാധ്യതയുണ്ട്. ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പിന്നെ അത്തരത്തിലുള്ള ചെടികളെ ഇൻഡോർ പ്ലാന്റുകളായിട്ട് സെറ്റ് ചെയ്യാൻ നമ്മൾ പിന്നെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതല്ലാതെ എല്ലാ ചെടികൾക്കും ഈ ഭൂമിയിൽ എല്ലാ ജീവികൾക്കും, ചെടിയും ജീവനുള്ളൊരു പിന്നെ ക്രീച്ചറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഭൂമിയിൽ വസിക്കാൻ അവകാശമുണ്ട് എന്നിരിക്കെ ഒരു വിഭാഗം ചെടികളെ മാത്രം നമ്മൾ കട്ട് ചെയ്ത് മുറിച്ച് കളയുക എന്ന് പറയുന്നത് ഒട്ടും ഉള്ളൊരു കാര്യമല്ല. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമ്മൾ നാടൻ ചെടികളിലേക്ക് വരാം. ഇതൊക്കെ നമ്മൾ പിന്നെ ഇറക്കുമതി ചെയ്ത ചെടികളാണ്, അതുകൊണ്ട് ഇതിലെ വിഷാംശം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്ന് പിടിച്ച് നിൽക്കാം. എന്നാൽ നമ്മുടെ നാടൻ ചെടികളിലും ധാരാളം പിന്നെ വിഷമുള്ള പിന്നെ ചെടികളുണ്ട്. ഉദാഹരണമായിട്ട് ഈ അടുത്ത പിന്നെ സമയങ്ങളിൽ നമ്മൾ തന്നെ പത്രത്തിലൂടെ വായിച്ചൊരു കാര്യമാണ്. പിന്നെ എന്താണ്, നമ്മുടെ അരളിച്ചെടിയുടെ പൂവ് തിന്നിട്ട് ഒരു സ്ത്രീ മരിച്ച കാര്യം നമ്മളെല്ലാവരും അറിയുമായിരുന്നു. അപ്പോൾ ഈ അരളി എന്നുള്ള ചെടി പണ്ടേ നമ്മുടെ ഭൂമിയിൽ നിലനിന്നിരുന്നൊരു കാര്യമാണ്. അല്ലെങ്കിൽ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ചെടിയാണ് അരളിച്ചെടി. ഈ അരളിച്ചെടി ഭക്ഷിച്ചിട്ട് കരുതിക്കൂട്ടി എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞ് കരുതിക്കൂട്ടി അതിൻ്റെ കായും പിന്നെ ഇലയും ഒക്കെ ചതച്ച് അതിൻ്റെ നീര് കുടിച്ച് മരിച്ചവർ ഒത്തിരി പേരുണ്ട്. അതല്ലാതെ പിന്നെ അരളിച്ചെടി വെറുതെ കടിച്ച് പിന്നെ മരിച്ചവരെ നമ്മൾ ഇതുവരെ അറിയില്ല. പിന്നെ നമുക്ക് ചുറ്റും ധാരാളം വിഷമയമായിട്ടുള്ള ചെടികളുണ്ട്. ആരും തന്നെ അവയൊന്നും ഈ ചേര്, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഈ പശുക്കളെ വളർത്തിയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ അരിയാൻ പോകുന്ന സമയത്ത് ഈ ചേര് എന്ന് പറയുന്നൊരു വലിയൊരു മരമുണ്ട്. അപ്പോൾ ഈ മരത്തിൻ്റെ താഴെയുള്ള ഇലകളൊക്കെ നമ്മൾ അറിയാതെ നമ്മൾ അരിവാൾ കൊണ്ട് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ പാല് നമ്മുടെ ശരീരത്തിലേക്ക് തെറിക്കുകയും വളരെ വലിയ രീതിയിൽ പൊള്ളൽ അനുഭവപ്പെടുകയും ചെയ്യും ശരീരത്തിൽ. അപ്പോൾ ചേരുകൊണ്ട് പൊള്ളിയാൽ താങ്ങിയ വലം വെച്ചാൽ മതി, അങ്ങനെയൊരു ചൊല്ല് ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. അത് ആരും ശ്രദ്ധിക്കില്ല. കുറച്ച് ഭസ്മമൊക്കെ തേച്ച് അങ്ങനെ ഇരിക്കും. 1-2 ദിവസം കഴിയുമ്പോൾ ആ പൊള്ളൽ അങ്ങോട്ട് ഇല്ലാതെയാവും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, ഇറക്കുമതി ചെയ്യുന്ന ചെടികളിൽ മാത്രമല്ല, നമ്മുടെ നാടൻ ചെടികളിലും പിന്നെ ധാരാളം പിന്നെ വിഷമയമായ ചെടികളുണ്ട്. എല്ലാറ്റിനെയും നമ്മൾ വേർതിരിച്ചറിയുക. പിന്നെ എല്ലാവരെയും അല്ലെങ്കിൽ വിഷമുള്ള ചെടികളെ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത് കെട്ടിപ്പിടിച്ച് നിർത്താതെ അവയുമായിട്ട് കുറച്ച് അകലം പാലിക്കുക. നല്ല കൂട്ടുകാരായിട്ട് കൂട്ടുകൂടാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ നിർത്തേണ്ടവരെ നമ്മളെപ്പോഴും അകറ്റി നിർത്താറുണ്ട്, അല്ലേ? ആ രീതി നമ്മൾ ചെടികളുടെ കാര്യത്തിലും പിന്തുടരുക എന്നല്ലാതെ ഇത് മോശമാണ്, അതുകൊണ്ട് ഇവൻ ജീവിക്കാൻ പാടില്ല എന്ന തീരുമാനമെടുക്കാൻ നമുക്ക് ആർക്കും തന്നെ അധികാരമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് സ്വദേശിയായാലും വിദേശിയായാലും അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. അതിനെ എങ്ങനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കാം എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കുക. അതല്ലാതെ ചെടികളെ പിഴുതെറിയാൻ നമുക്കൊരിക്കലും അവകാശമില്ല. കുട്ടികൾ ഒരിക്കലും അത് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ എടുത്ത് വയറു നിറയെ കഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും തോന്നുന്നില്ല. കാര്യം അതിന് ഭയങ്കര ഒരു പൊള്ളുന്ന ഒരു
രുചിയാണതിന്. നാവിൽ തട്ടിക്കഴിഞ്ഞാൽ തന്നെ ആ പൊള്ളൽ നീറ്റൽ നമുക്ക് അനുഭവപ്പെടും. സ്വാഭാവികമായിട്ടും കുട്ടികൾ തുപ്പിക്കളയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചേമ്പില കുട്ടിക്ക് കടിക്കാൻ കൊടുത്താൽ കുട്ടി ചേമ്പില ഒന്നും അറിയാത്ത രീതിയിൽ വിഴുങ്ങുമെന്ന് നമ്മൾ കരുതുന്നില്ല. അത് കുട്ടി ആദ്യത്തെ കടിയിൽ തന്നെ ആ ചേമ്പിൻ്റെ ആ ചൊറിച്ചിൽ തിരിച്ചറിയുകയും തുപ്പിക്കളയുകയും ചെയ്യുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ചൊറിച്ചിലിനും വിഷാംശത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ചൊറിച്ചിലാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഇറക്കുമതി ചെയ്ത ചെടികളിലൊക്കെ തന്നെ ഉള്ളത് നമ്മൾ ചേമ്പിൽ കാണുന്നത്. അത് കാൽസ്യം ഓക്സലേറ്റാണ്. ഓരോ ചെടികളിലും അത് വ്യത്യസ്ത അളവിലാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചൊറിച്ചിലിന് ഏറ്റക്കുറിച്ചിലുകൾ സാധാരണയാണ്. അപ്പോൾ നമ്മളത് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഗ്ലൗസൊക്കെ ഇട്ട് അതിനെ പ്രൊപ്പഗേഷൻ്റെ ടൈമായി കഴിഞ്ഞാൽ തണ്ടൊക്കെ മുറിക്കുമ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യുക. അതുപോലെ മറ്റ് വീട്ടുകാർക്ക് അതിൻ്റെ തണ്ട് മുറിച്ച് കൊടുക്കുമ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുക. അതിനുപയോഗിക്കുന്ന കത്തി നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള ശ്രദ്ധയാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ ഈ ചെടികളെ എന്നേക്കുമായി പിഴുതെറിയുക എന്നുള്ളത് ആശാസ്യമായ ഒരു കാര്യമേ അല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമൂഹത്തിന് ഒട്ടും തന്നെ അത് ആശാസ്യമല്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല നമസ്കാരം.